ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. മുട്ടയും പാലും ഒക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ നൈറ്റാണ്, ഒരു ട്രഡീഷണൽ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പാൽപ്പത്തിരിയിലേക്ക് വേണ്ടുന്ന ചെറിയൊരു മിക്സ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് അളവിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് 2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏതിലാണോ വെള്ളം എടുത്തിട്ട് ആ ഒരു സെയിം കപ്പ് തന്നെ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ അടിയിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മൈദ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൈദ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പേസ് കിട്ടിക്കോളും. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം, ഒട്ടും തന്നെ കട്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ നമ്മുടെ പത്തിരിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപ്പത്തിരിയിലേക്കുള്ള പത്തിരിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരോ പൊടിക്ക് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരെ കേട്ടോ. ഓവറായിട്ട് ലൂസായി പോയിന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. നമുക്ക് നേരെ ദോശയായിട്ട് പത്തിരിയായിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കുക. അതിനുശേഷം വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-1.5 സ്പൂൺ തവിയോളം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരെ പത്തിരിയായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പോൾ മൊത്തത്തിൽ ചുറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടേക്ക് ആക്കി മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ പാനിന് സെപ്പറേറ്റ് ആയി വരും കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് നെയ്യൊന്ന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ പാനിന് വിട്ട് വന്നതിന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ ആക്കി എടുക്കട്ടെ. അവിടെയൊക്കെ മൊരിഞ്ഞിട്ട് കണ്ടില്ലേ, ഈ ഒരു കളറിൽ തന്നെ എടുക്കുമ്പോൾ നമുക്ക് പത്തിരി റെഡി ആക്കി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാൽപ്പത്തിരി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ബാറ്റർ തീരുന്നത് വരെ ഓരോരോ പത്തിരി ആക്കിയിട്ട് നേരെ പത്തിരി ആക്കിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഓവർ കട്ടിയിൽ ചുട്ടെടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ പത്തിരി അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാൽപ്പത്തിരിയിലേക്കുള്ള പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കണം. പാലും മുട്ടയും വരുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ അതിപ്പോൾ ചെറിയ സൈസ് മുട്ട ആയതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ 3 ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് 2.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് പാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പാക്കറ്റ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മിൽമ പാൽ എടുത്തിട്ടുള്ളത്. ചൂടാക്കിയിട്ടൊന്നുമില്ല, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 പിഞ്ച് ഉപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക കുത്തി എടുത്തിട്ട് ഒരു 3-4 ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറും നല്ലൊരു എന്താ പറയുക, ഒരു കടിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി അല്ലെങ്കിൽ അടുക്ക് പത്തിരിയുടെ പാൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മിക്സാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൽപ്പത്തിരിക്ക് മൊത്തത്തിൽ ഓവറോൾ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം കൂടി റെഡിയാക്കി വെക്കണം. ഞാനിതൊരു പാനിലേക്ക് ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്നങ്ങ് നുറുക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. അതാകുമ്പോൾ എല്ലാ സൈഡും നമുക്ക് കഴിക്കാൻ കിട്ടുമല്ലോ, മുഴുവനായിട്ട് ചേർക്കാൻ നിൽക്കേണ്ട. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് കളർ ഷെയ്ഡ് മാറി വരട്ടെ കേട്ടോ. പ്രത്യേകം പറയുകയാണ്, ഇതിന് കറക്റ്റ് ഒരു അളവേ ഇല്ല കേട്ടോ. നിങ്ങൾ ഇത്ര കാര്യം ചേർക്കണമെന്നൊന്നുമില്ല. കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ താല്പര്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വീർത്ത് വരട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഉണക്കമുന്തിരി ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വറന്ന് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഓവറായിട്ട് കരിഞ്ഞു പോകും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പാൽപ്പത്തിരി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം.
അപ്പോൾ നമ്മുടെ അടുക്ക് പത്തിരി അല്ലെങ്കിൽ പാൽപ്പത്തിരി ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുക്കറിലേക്ക് ഒരു റിങ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു വിസിൽ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കുക. 5 മിനിറ്റ് 5-6 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാൽപ്പത്തിരി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി തന്നെ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് 12 പത്തിരിയാണ് കേട്ടോ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന തവിയുടെ വലുപ്പത്തിനനുസരിച്ച് 12-13 ആവും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ, റൗണ്ട് ഷേപ്പുള്ള ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളതിൽ ഇങ്ങനത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ സ്റ്റീലിൻ്റെ കിണ്ണം, ബൗൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിലായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലായാലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടിയിലൊരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പാലിൻ്റെ മിക്സ് പതച്ചിട്ട് സൈഡിലൊക്കെ ആവുന്ന സമയത്ത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്നാലും കളർ നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള പത്തിരി എടുക്കുക. എന്നിട്ട് പത്തിരി ഫസ്റ്റ് ലെയറായിട്ട് അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പത്തിരി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ആ പാത്രത്തിൻ്റെ അളവ് തന്നെ ചെയ്തെടുക്കട്ടെ. എൻ്റെ ഇതിപ്പം കണ്ടില്ല, കറക്റ്റാണ് ആ ഒരു അളവ്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലിൻ്റെ മിക്സിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1-1.5 സ്പൂണോളം ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പത്തിരി മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ദോശയിൽ നമ്മുടെ പത്തിരി അതും കൂടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യട്ടോ. 1-1.5 സ്പൂണോളം നമ്മുടെ പാലിൻ്റെ മിക്സ് പിന്നെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പത്തിരിയും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്രത്തോളം പത്തിരി, ഇപ്പം ഞാൻ 12 പത്തിരിയിൽ ചുട്ടിട്ടില്ല, 12 പത്തിരി കഴിയുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ. ഓരോ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര പത്തിരി ചുട്ടെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പാലിൻ്റെ മിക്സും അണ്ടിപ്പരിപ്പും മുന്തിരിയും തികയണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചുരുക്കി ഇടുക. കാരണം അല്ലാതെ ആദ്യം തന്നെ കുറേ ഇട്ട് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ലെയർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, എല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ലെയറിൽ എത്തുന്ന രീതിയിൽ 2 മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയർ ഇതാ ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ലാസ്റ്റ് പത്തിരി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലിൻ്റെ മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പം ബാക്കി വെക്കാനില്ല, ഞാൻ കണ്ടില്ല എല്ലാത്തിലും തികച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൊത്തത്തിലൊന്ന് എന്താ പറയുക, നല്ല ഭംഗിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം കാണാനുള്ള ഒരു ഭംഗിയും കൂടി ഉണ്ടല്ലോ ഇതിന്. അങ്ങനെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കറുത്ത എള്ളില്ലേ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ നിർബന്ധമില്ല, കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കർ കണ്ടില്ല നന്നായിട്ട് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലോട്ടേക്കൊക്കെ മാറ്റിയിട്ട് വേണ്ടിയിട്ട് ഇതിൻ്റെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് പതുക്കെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 45 മിനിറ്റ് കറക്റ്റാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിസിൽ ഊരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് മറക്കരുത്. കാരണം പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതുപോലെ കുക്കറിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കുന്ന ചെമ്പില്ലേ, ബിരിയാണി പാത്രം, അതിലും ഇതേ രീതിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷേ അടുപ്പിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ടൈറ്റായിട്ട് അടപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്. കുക്കറിലാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ കറക്റ്റ് 45 മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ പാൽപ്പത്തിരി അല്ലെങ്കിൽ അടുക്ക് പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം കറക്റ്റാണ്. പിന്നെ ചില ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത്രയും പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു ട്രേയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇളകിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി അല്ലെങ്കിൽ അടുക്ക് പത്തിരി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ട്രേ നിറയെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ല, താഴ്ന്നു പോയ ചൂട് തണുക്കുമ്പോൾ നന്നായിട്ട് താഴും കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ സൈഡൊക്കെ കണ്ടില്ല, ചൂടാറുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം സൈഡൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പേപ്പർ പതുക്കെ എടുത്ത് മാറ്റാം കേട്ടോ. കണ്ടില്ല, അടിയൊക്കെ നല്ല ഭംഗിയിൽ ഈ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേറൊരു പ്ലേറ്റിലേക്കും കൂടി ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അടിപൊളിയായിട്ടുള്ള പാൽപ്പത്തിരിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അത്രയും സൂപ്പർ സോഫ്റ്റാണ്. കാരണം നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചർ എന്ന് പറയില്ല, അതാണ് കേട്ടോ ഈ ഒരു പാൽപ്പത്തിരി എന്ന് പറയുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് എന്തായാലും. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസിനെ അല്ലേ പോയിട്ടുള്ളൂ. ഇന്ന് ഈവനിങ് ചായയുടെ കൂടെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഏതാ ഞാൻ പതുക്കെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് കത്തി വെക്കുകയും വേണ്ട, പെട്ടെന്ന് കട്ടായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ലെയറായിട്ട് തന്നെ കാണാനുണ്ട്, ഒന്നും അങ്ങനെ കുഴഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്